ഓം ശ്രീ ഗണപതയേ നമഃ. ശ്രീ സായിബാബയുടെ അനുഗ്രഹത്താൽ നമ്മൾ അധ്യായം 5 ആരംഭിക്കാൻ പോവുകയാണ്. ഷിർദിയിലേക്ക് ബാബയുടെ മടങ്ങിവരവ്. ശ്രീ സായി എന്ന പേര് സിദ്ധിച്ചത്, മറ്റ് സന്യാസിമാരുമായുള്ള സമ്പർക്കം, ബാബയുടെ വസ്ത്രധാരണവും ദിനചര്യകളും, പാതുകങ്ങളുടെ കഥ, മൊഹദ്ദീനുമായുള്ള ഗുസ്തി മത്സരവും ജീവിത രീതിയിലെ മാറ്റവും, വെള്ളം എണ്ണയാക്കി മാറ്റുന്നു, വ്യാജഗുരു ജവഹർ അലി. ഷിർദിയിലേക്ക് ബാബയുടെ മടങ്ങിവരവ്. കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ സായിബാബയുടെ തിരോധാനത്തിന് ശേഷം ഷിർദിയിൽ അദ്ദേഹം തിരിച്ചെത്തിയതിൻ്റെ വിവരണം ഇവിടെ കുറിക്കുന്നു. നിസാം സംസ്ഥാനത്തിലെ ഔറംഗാബാദ് ജില്ലയിൽ ധൂബ് എന്ന ഗ്രാമത്തിൽ മുഹമ്മദിനിയായ ചാന്ദ് പാട്ടീൽ എന്ന ഒരു മാന്യ വ്യക്തി താമസിച്ചിരുന്നു. ഔറംഗാബാദിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ ചാന്ദ് പാട്ടീലിന് തൻ്റെ പെൺകുതിരയെ നഷ്ടപ്പെട്ടു. നീണ്ട 2 മാസത്തോളം ശുഷ്കാന്തിയോടെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. നിരാശനായ അദ്ദേഹം ഔറംഗാബാദിൽ നിന്ന് കുതിരമേൽ വയ്ക്കുന്ന ഇരിപ്പിടമായ ജീനിയും പിന്നിൽ തൂക്കി തിരികെ യാത്ര ആരംഭിച്ചു. ഏകദേശം 4.5 കോസ് യാത്ര ചെയ്തപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിൽ അപരിചിതനായ ഒരു അസാധാരണ മനുഷ്യനെ കണ്ടു. അദ്ദേഹം തലയിൽ ഒരു തൊപ്പിയും നീണ്ട ഒരു മേലങ്കിയും ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ ഒരു ചെറിയ വടി അഥവാ സദ്ക ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം ഒരു ചില്ലം വലിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ചന്ദ് പട്ടേൽ കടന്നു പോകുന്നത് കണ്ട് അദ്ദേഹം അവനെ വിളിക്കുകയും അല്പനേരം വിശ്രമിക്കുവാനും പുകവലിക്കുവാനും ക്ഷണിച്ചു. കുതിരയുടെ ജീനി ശ്രദ്ധിച്ച ആ ഫക്കീർ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ആ ജീനി നഷ്ടപ്പെട്ടു പോയ തൻ്റെ പെൺകുതിരയുടേതാണെന്ന് ചാന്ദ് പാട്ടീൽ അറിയിച്ചു. ഫക്കീർ പാട്ടീലിനോട് അടുത്തുള്ള അരുവിയിൽ തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെട്ടു. അസാധാരണനായ ആ ഫക്കീർ പറഞ്ഞതുപോലെ തന്നെ ചാന്ദ് പാട്ടീൽ തൻ്റെ കുതിരയെ അവിടെ കണ്ടെത്തുകയും അത്ഭുതപരതന്ത്രനാകുകയും ചെയ്തു. താൻ കണ്ടത് ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഒരു അവധൂതനാണെന്നും ചാന്ദ് പാട്ടീൽ മനസ്സിലാക്കുകയും തൻ്റെ പെൺകുതിരയുമായി ഫക്കീറിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്തു. പുകവലിക്കുന്നതിനുള്ള ചില്ലം തയ്യാറാക്കി വച്ചിരുന്നെങ്കിലും കത്തിക്കാനുള്ള തീയോ ചാപ്പിയോ നനയ്ക്കാനുള്ള വെള്ളമോ അവിടെ ഉണ്ടായിരുന്നില്ല. ഫക്കീർ തൻ്റെ കൈവശമുണ്ടായിരുന്ന മാൻകൊമ്പ് പോലെ അഗ്രം കൂർത്ത വസ്തു കൊണ്ട് നിലത്തു കുത്തുകയും തത്സമയം ഒരു കനൽ കഷ്ണം ലഭിക്കുകയും അദ്ദേഹം അത് ചില്ലത്തിലിടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സദ്ക ഉപയോഗിച്ച് നിലത്തടിക്കുകയും അവിടെ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകുവാനും തുടങ്ങി. ഫക്കീർ ആ ജലം ഉപയോഗിച്ച് ചാപ്പി നന്നാക്കുകയും ശേഷം കീറി ചില്ലത്തിന് ചുറ്റും ചുറ്റുകയും ചെയ്തു. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ആ ഫക്കീർ ചില്ലമൊന്ന് പുകച്ചതിന് ശേഷം അത് ചാന്ദ് പാട്ടീലിന് നൽകി. ഈ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ചാന്ദ് പാട്ടീൽ ആശ്ചര്യപ്പെടുകയും ഫക്കീറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും തൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ചാന്ദ് പാട്ടീൽ ധൂബ് ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസറായിരുന്നു. അടുത്ത ദിവസം ഫക്കീർ ചാന്ദ് പാട്ടീലിൻ്റെ വീട് സന്ദർശിക്കുകയും കുറച്ചു കാലം അവിടെ താമസിക്കുകയും ചെയ്തു. ഈ സമയത്ത് ചാന്ദ് പാട്ടീലിൻ്റെ ഭാര്യ സഹോദരൻ്റെ മകൻ്റെ വിവാഹം ഷിർദിയിൽ നിന്നുള്ളൊരു വധുവുമായി നടക്കേണ്ടതുണ്ടായിരുന്നു. ചാന്ദ് പാട്ടീൽ വിവാഹ സംഘത്തോടൊപ്പം ഷിർദിയിലേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ ഫക്കീറും വിവാഹ സംഘത്തെ അനുഗമിച്ചു. വിവാഹം സമംഗളം നടന്നു. വിവാഹ സംഘം ധൂബിലേക്ക് മടങ്ങി. എന്നാൽ ആ ഫക്കീർ മാത്രം തിരികെ യാത്ര തിരിച്ചില്ല. പകരം അദ്ദേഹം ഷിർദിയിൽ തുടരുകയും തൻ്റെ സ്ഥിരം വാസസ്ഥലമാക്കുകയും ചെയ്തു. ശ്രീ സായി എന്ന പേര് സിദ്ധിച്ചത്. വിവാഹ സംഘം ഷിർദിയിലെത്തിയപ്പോൾ ഖണ്ഡോബ ക്ഷേത്രത്തിനടുത്തുള്ള ഭഗവത് മഹാസഭയുടെ വയലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിവാഹ സംഘം നിന്നു. അമ്പലത്തിൻ്റെ തുറസായ മുറ്റത്ത് കാളവണ്ടികൾ നിർത്തുകയും വിവാഹ സംഘത്തിലെ ഓരോരുത്തരായി ഇറങ്ങുകയും ചെയ്തു. ഫക്കീർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭഗത് മഹാസാപതി അദ്ദേഹത്തെ കാണുകയും യാ ശ്രീ സായി എന്ന വാക്കുകൾ കൊണ്ട് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അത് കേട്ട് മറ്റുള്ളവരും അദ്ദേഹത്തെ ശ്രീ സായി എന്ന് വിളിച്ചു. ആ നിമിഷം മുതൽ ഗ്രാമത്തിൽ അദ്ദേഹം ശ്രീ സായിബാബ എന്നറിയപ്പെടാൻ തുടങ്ങി. മറ്റ് സന്യാസിമാരുമായുള്ള ബന്ധം. ഷിർദിയിലെ ആളൊഴിഞ്ഞ മസ്ജിദിലാണ് ശ്രീ സായിബാബ താമസം തുടങ്ങിയത്. ബാബയുടെ വരവിന് മുൻപേ തന്നെ ദേവിദാസ് എന്ന സന്യാസി വർഷങ്ങളായി ഷിർദിയിൽ താമസിച്ചു വന്നിരുന്നു. ബാബ അദ്ദേഹത്തിൻ്റെ സഹവാസം ആസ്വദിക്കുകയും പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. ബാബ അദ്ദേഹത്തോടൊപ്പം മാരുതി ക്ഷേത്രത്തിലും ചാവടിയിലും താമസിച്ചിരുന്നു. ചിലപ്പോൾ ബാബ ഒറ്റയ്ക്കും താമസിച്ചിരുന്നു. പിന്നീട് ജാനകിദാസ് എന്ന മറ്റൊരു സന്യാസി ഷിർദിയിലെത്തി. അദ്ദേഹത്തോടൊപ്പമാണ് ബാബ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അതുമല്ലെങ്കിൽ ബാബയുടെ വാസസ്ഥലത്ത് അദ്ദേഹം വരുന്നത് പതിവായിരുന്നു.
പുന്തബയിൽ നിന്ന് വന്ന ഗംഗാധർ എന്ന വൈശ്യഗൃഹസ്ഥനായ ദിവ്യൻ ശ്രുതിയിലെ മറ്റൊരു പതിവ് സന്ദർശകനായിരുന്നു. ആദ്യമായി കാണുമ്പോൾ പൂന്തോട്ടം നനയ്ക്കാൻ ഇരു കൈകളിലും മൺകുടം വഹിക്കുന്ന ശ്രീ സായിബാബയെയാണ് അദ്ദേഹം കണ്ടത്. ഗംഗാധർ ആശ്ചര്യപ്പെടുകയും, ശ്രുതിക്ക് ഈ അമൂല്യമായ രത്നം ലഭിച്ചിരിക്കുന്നു, ഈ മനുഷ്യൻ ഇന്ന് ജലം വഹിക്കുന്നു, പക്ഷേ ഇദ്ദേഹം സാധാരണക്കാരനല്ല, ഭാഗ്യവും മഹത്വവും മൂലമാണ് ഈ ഭൂമിക്ക് ഈ രത്നത്തെ നേടാനായത് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. അക്കൽക്കോട് മഹാരാജൻ്റെ ശിഷ്യനും കീർത്തിമാനുമായിരുന്ന യവാള മഠത്തിലെ ആനന്ദനാഥും ചില ഷിർദി നിവാസികളൊപ്പം ഷിർദി സന്ദർശിച്ചു. ശ്രീ സായിബാബയെ കണ്ടയുടനെ, വാസ്തവത്തിൽ ഇത് അമൂല്യമായ വജ്രമാണ്, അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ തോന്നുമെങ്കിലും അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, സാധാരണ കല്ലല്ല, വജ്രമാണ്, ഇത് സമീപ ഭാവിയിൽ നിങ്ങൾ തിരിച്ചറിയും എന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുകയും യവാളയിലേക്ക് മടങ്ങുകയും ചെയ്തു. ശ്രീ സായിബാബ ചെറുപ്പമായിരുന്നപ്പോഴായിരുന്നു ഈ പരാമർശം. ബാബയുടെ വസ്ത്രധാരണങ്ങളും ദിനചര്യകളും. ശ്രീ സായിബാബ തലമുണ്ടനം ചെയ്തിരുന്നില്ല. തൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം മുടി നീട്ടി വളർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഒരു കായിക താരത്തിനോട് സാമ്യമുള്ളതായിരുന്നു. ഷിർദിയിൽ നിന്ന് 3 മൈൽ അകലെയുള്ള രഹദ എന്ന ഗ്രാമത്തിൽ ബാബ സന്ദർശിച്ചു മടങ്ങിയപ്പോൾ ജമന്തി, ജയ്, ജൂയി തുടങ്ങിയ ചെറിയ ചെടികൾ കൊണ്ടുവന്നു. ചെടികൾ വൃത്തിയാക്കിയ ശേഷം അദ്ദേഹം അവ നട്ടുപിടിപ്പിക്കുകയും നനയ്ക്കുകയും ചെയ്തു വന്നിരുന്നു. വാമൻ താത്യ എന്നൊരു ഭക്തൻ ബാബയ്ക്ക് ദിവസവും 2 മൺകുടങ്ങൾ നൽകി വന്നിരുന്നു. ഈ കുടങ്ങൾ ഉപയോഗിച്ച് ബാബ ചെടികൾ സ്വയം നനയ്ക്കുമായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് നിറച്ച ഈ മൺകുടങ്ങൾ തൻ്റെ ചുമലിൽ ചുമക്കുമായിരുന്നു. വൈകുന്നേരത്തോടെ ഒഴിഞ്ഞ കുടങ്ങൾ വേപ്പുമരത്തിന് ചുവട്ടിൽ വയ്ക്കുമായിരുന്നു. തനി മണ്ണുകൊണ്ടുള്ള കുടങ്ങളായിരുന്നു അവ. അവ ചുട്ടെടുത്തതല്ലാത്തതിനാൽ ഇറക്കി വയ്ക്കുമ്പോൾ അവ പൊട്ടിപ്പോകുമായിരുന്നു. വീണ്ടും അടുത്ത ദിവസം താത്യ 2 പുതിയ കുടങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ഇപ്രകാരം 3 വർഷത്തോളം ഈ പതിവ് തുടരുകയും ബാബയുടെ കഠിനാധ്വാനത്താലും അശ്രാന്ത പരിശ്രമത്താലും ആ സ്ഥലം മനോഹരമായൊരു പൂന്തോട്ടമായി മാറി. ഇന്ന് അനേകം ഭക്തർ സന്ദർശിക്കുന്ന ബാബയുടെ സമാധി മന്ദിരം പണിതിരിക്കുന്നത് ഇവിടെയാണ്. പാതുകങ്ങളുടെ കഥ. ഭായി കൃഷ്ണാജി അലിബാഗർ എന്നൊരു മഹത് വ്യക്തി അക്കൽക്കോട്ട് മഹാരാജൻ്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം മഹാരാജനോട് അഗാധമായ അർപ്പണബോധം പുലർത്തുകയും പതിവായി മഹാരാജൻ്റെ ഫോട്ടോ വച്ച് ആരാധിക്കുകയും ചെയ്തു വന്നിരുന്നു. ഒരു ദിവസം ഷോലാപൂർ ജില്ലയിലെ അക്കൽക്കോട്ട് സന്ദർശിച്ച് മഹാരാജൻ്റെ പാതുകങ്ങൾ സന്ദർശിക്കാനും ഹൃദയംഗമമായ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും അദ്ദേഹം പദ്ധതിയിട്ടു. എന്നാൽ ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഭായിയുടെ സ്വപ്നത്തിൽ അക്കൽക്കോട്ട് മഹാരാജ് ദർശനം നൽകുകയും അദ്ദേഹത്തോട്, ഇപ്പോൾ ഷിർദിയിലാണ് എൻ്റെ വിശ്രമസ്ഥലം, അവിടെ പോയി ആരാധന നടത്തുക എന്നരുൾ ചെയ്യുകയും ചെയ്തു. ഈ ദൈവിക സന്ദേശം സ്വീകരിച്ച ഭായി തൻ്റെ പദ്ധതി മാറ്റുകയും ഷോലാപൂർ പോകുന്നതിന് പകരം ഷിർദിയിലെത്തുകയും ചെയ്തു. അവിടെ അദ്ദേഹം ശ്രീ സായിബാബയെ സന്ദർശിക്കുകയും ആരാധന നടത്തുകയും 6 മാസം അവിടെ താമസിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ പ്രക്രിയയിൽ വലിയ സമാധാനവും സന്തോഷവും കണ്ടെത്തി. ഈ ദിവ്യ ദർശനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സ്മരണയ്ക്കായി ഭായി ഒരു ജോഡി പാതുകങ്ങൾ തയ്യാറാക്കി. ദാദാ കേൽക്കറുടെയും ഉപാസനയുടെയും കാർമ്മികത്വത്തിൽ ശകവർഷം 1834 ശ്രാവണ മാസത്തിലെ ഒരു ശുഭദിനത്തിൽ ഇവ ആചാരാനുഷ്ഠാനങ്ങളോടെ വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു. പാതുകളുടെ നിത്യപൂജ ചെയ്യുവാൻ ദീക്ഷിത് എന്ന ബ്രാഹ്മണനെ നിയമിക്കുകയും അവയുടെ നടത്തിപ്പിനായി ഭക്തനായ സഗുണിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കഥയുടെ പൂർണ്ണമായ വിവരണം. താനെയിലെ നികുതി വകുപ്പിൽ നിന്നും വിരമിച്ച ശ്രീ സായിബാബയുടെ ഭക്തനായ ശ്രീ ബി ദേവ് വേപ്പമരത്തിൻ്റെ ചുവട്ടിലെ പാതുകങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ചു. സഗുൺ മേരു നായിക്, ഗോവിന്ദ് കലാങ്കർ, ദീക്ഷിത് എന്നിവരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം ശ്രീ സായി ലീലയിൽ ഒരു വിശദമായ വിവരണം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചു. ശകവർഷം 1834 ബാബയുടെ ദർശനത്തിനായി ബോംബെ നിവാസിയായ ഡോക്ടർ രാമറാവു കോത്താരി ഷിർദിയിലെത്തി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പൗണ്ടറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഭായി കൃഷ്ണാജി അലിബാഗറും ഉണ്ടായിരുന്നു. അവരുടെ താമസത്തിനിടയിൽ കമ്പൗണ്ടറും ഭായിയും സഗുൺ മേരു നായിക്കിനോടൊപ്പം GK ദീക്ഷിത്തിനോടും ചങ്ങാത്തത്തിലായി. അവരുടെ ചർച്ചകളിൽ ബാബയുടെ ഷിർദിയിലെ ആഗമനത്തിൻ്റെയും വിശുദ്ധ വേപ്പിന് ചുവട്ടിലെ ധ്യാനത്തിൻ്റെയും പ്രാധാന്യത്തെ അനുസ്മരിക്കാൻ ഒരു സ്മാരകം വേണമെന്ന് അവർക്ക് തോന്നി. ബാബയുടെ പാദങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാൻ അവർ ആലോചിക്കുകയും പരുക്കൻ കല്ലുകൊണ്ട് അവ നിർമ്മിക്കാമെന്നവർ ചിന്തിച്ചു. എന്നാൽ ഈ ആശയം ഡോക്ടർ രാമറാവു കൊത്താരിയെ അറിയിക്കുകയാണെങ്കിൽ മികച്ച നിലവാരവും രൂപകൽപ്പനയുമുള്ള പാദങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് കമ്പൗണ്ടർ നിർദ്ദേശിച്ചു. എല്ലാവർക്കും ഈ നിർദ്ദേശം സ്വീകാര്യമാകുകയും ഡോക്ടർ കോത്താരയെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ശേഷം ഡോക്ടർ കോത്താര ഷിർദിയിലേക്ക് വരികയും പാതുകങ്ങൾക്കായി ഒരു പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. അക്കാലത്ത് ഖണ്ഡോബ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ഉപാസിനി മഹാരാജനെ ഈ രൂപരേഖ കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തു. താമരകൾ, പൂക്കൾ, ശംഖ്, സുദർശന ചക്രം, നരൻ തുടങ്ങി വരച്ചു ചേർത്ത് ഉപാസിനി മഹാരാജ് പാതുകങ്ങളുടെ രൂപരേഖ മെച്ചപ്പെടുത്തുകയും വേപ്പുമരത്തിൻ്റെ പവിത്രതയെയും ശ്രീ സായിബാബയുടെ യോഗശക്തികളെയും ഉയർത്തിക്കാട്ടുന്ന ഇനി പറയുന്ന ശ്ലോകം പാതുകങ്ങളിൽ കൊത്തിവയ്ക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു. സദാ നിംബവൃക്ഷസ്യ മൂലാധിവാസാത് സുധാസ്രവിണം തിക്തമപി അപ്രിയം തം തരും കൽപ്പവൃക്ഷാധികം സാധയന്തം നമാമീശ്വരം സദ്ഗുരും ശ്രീ സായിനാഥം.
അരോചകവും കൈപ്പേറിയതുമായിരുന്നാലും അമൃത് പോലെ ഗുണമേറിയ വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ വസിക്കുന്ന പരമേശ്വരനും യഥാർത്ഥ ഗുരുവുമായ ശ്രീ സായിനാഥനെ ഞാൻ വണങ്ങുന്നു. അവൻ ഈ വൃക്ഷത്തെ ആഗ്രഹമെന്തും സാധിച്ചു നൽകുന്ന കൽപ്പവൃക്ഷമാക്കി മാറ്റുന്നു. ഉപാസനി മഹാരാജൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. പാതകങ്ങൾ ബോംബെയിൽ നിർമ്മിച്ച് കോമ്പൗണ്ടർ വശം ഷിർദിയിലേക്ക് കൊടുത്തുവിടുകയുമാണ് ഉണ്ടായത്. ബാബ പദ്ധതി അംഗീകരിക്കുകയും ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം പാതകങ്ങൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നിശ്ചയിച്ച ദിവസം പകൽ 11 മണിക്ക് ജി കെ ദീക്ഷിത് ഈ പാതുകങ്ങൾ ശിരസിലെത്തി ഖണ്ഡോബ ക്ഷേത്രത്തിൽ നിന്ന് ദ്വാരകാമയിലേക്ക് ഘോഷയാത്രയെ കൊണ്ടുവരികയും ചെയ്തു. ബാബ പാതുകങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവ ഭഗവാന്റെ പാദങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും വേപ്പമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പാതുക സ്ഥാപന ചടങ്ങിന് ഒരു ദിവസം മുമ്പ് ബോംബെയിൽ നിന്നുള്ള പാസ്ത ഷിട്ട് എന്ന ഒരു പാഴ്സി ഭക്തൻ മണി ഓർഡർ വഴി 25 രൂപ അയച്ചു നൽകുകയും ഈ തുക ചടങ്ങിന് ഉപയോഗിക്കാൻ ബാബ നിർദ്ദേശിക്കുകയും ചെയ്തു. പാതുക സ്ഥാപന ചടങ്ങുകളുടെ ചിലവ് ആകെ 100 രൂപയായി. അതിനാൽ സംഭാവനയായി 75 രൂപ സമാഹരിച്ചു. ആദ്യ 5 വർഷം ജി കെ ദീക്ഷിത് പാതകങ്ങളുടെ ദൈനംദിന പൂജ നടത്തി വന്നിരുന്നു. അതിനുശേഷം ലക്ഷ്മൺ കച്ചേശ്വർ ചക്കാതി ചുമതലയേറ്റു. ഡോക്ടർ കോത്താരെ പാതകങ്ങൾക്ക് സമീപം വിളക്ക് കൊളുത്തുന്നതിന് പ്രതിമാസം 2 രൂപ വീതം ആദ്യ 5 വർഷത്തോളം അയച്ചിരുന്നു. കൂടാതെ പാതകങ്ങൾക്ക് ചുറ്റും ഒരു ഇരുമ്പ് വേലി അദ്ദേഹം സംഭാവന ചെയ്തു. സ്റ്റേഷനിൽ നിന്നും ഷിർദിയിലേക്ക് ഇരുമ്പ് വേലി കൊണ്ടുവരുന്നതിനും പാദങ്ങൾക്ക് മുകളിൽ മേൽപ്പുര പണിയുന്നതിനും ഉൾപ്പെടെയുള്ള അധിക ചെലവുകൾ സഗുൺ മേരു നായിക് വഹിച്ചു. ഇപ്പോൾ ജഗാതി പൂജ ചെയ്യുന്നു. സഗുൺ മേരു നായിക് നൈവേദ്യം അർപ്പിക്കുകയും സന്ധ്യാദീപം തെളിയിക്കുകയും ചെയ്യുന്നു. അക്കൽക്കോട്ട് മഹാരാജൻ്റെ പരമഭക്തനായിരുന്ന ഭായി കൃഷ്ണാജി അലിബാഗർ ശകവർഷം 1834 അക്കൽക്കോട്ട് പോകുന്ന വഴി പാതക സ്ഥാപനത്തിനായി ഷിർദിയിലെത്തി. ബാബയെ ദർശിച്ച ശേഷം അക്കൽക്കോട്ട് പോകുവാൻ പദ്ധതിയിട്ടിരുന്ന ഭായി യാത്രയ്ക്ക് ബാബയോട് അനുവാദം നേടി. ഈ സമയം ബാബ അവനോട് ചോദിച്ചു, അക്കൽക്കോട്ടിൽ എന്താണുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? ആ സ്ഥലത്തെ ഇപ്പോഴത്തെ മഹാരാജ് ഇവിടെയുണ്ട്, അത് ഞാൻ തന്നെ. ഇത് കേട്ട് ഭായി തൻ്റെ അക്കൽക്കോട്ട് പോകുവാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. പാതക സ്ഥാപനത്തിന് ശേഷം അദ്ദേഹം ഇടയ്ക്കിടെ ഷിർദി സന്ദർശിക്കാൻ തുടങ്ങി. സച്ചരിതയുടെ രചയിതാവായ ഹേമത് പന്തിന് ഈ വിശദാംശങ്ങളെക്കുറിച്ച് അറിയുമായിരിക്കില്ല. അല്ലാത്തപക്ഷം അവ സച്ചരിതയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുമായിരുന്നു എന്ന് ബി.വി. ദേവ് നിഗമനം ചെയ്തു. മൊഹദ്ദീനുമായുള്ള ഗുസ്തി മത്സരവും ജീവിത രീതിയിലെ മാറ്റവും. ബാബയുടെ മറ്റ് കഥകളിലേക്ക് മടങ്ങുകയാണ്. ഷിർദിയിൽ മൊഹദ്ദീൻ താംബോലി എന്നൊരു വെറ്റില കച്ചവടക്കാരനുണ്ടായിരുന്നു. ബാബയും അദ്ദേഹവും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും അത് ഗുസ്തി മത്സരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ബാബ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. വിധിയുടെ വിളയാട്ടം അവിടെ ആരംഭിച്ചു. കായിക ബലത്തിൻ്റെ വിധി പരാജയപ്പെടുത്തി എന്ന് വേണം കരുതാൻ. അന്നു മുതൽ ബാബ ഒരു തീരുമാനമെടുത്തു. തൻ്റെ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും പൂർണ്ണമായി മാറ്റി. അദ്ദേഹം ഒരു നീളൻ മേലങ്കിയും ഒരു ലെങ്കോട്ടിയും ധരിക്കുകയും ഒരു തുണി കൊണ്ട് തല മറയ്ക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിനും കിടക്കത്തിനും ചാക്കു തുണി ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം കീറിപ്പറിഞ്ഞതും ജീർണിച്ചതുമായ തുണി കഷ്ണങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായിരുന്നു. ബാബ എപ്പോഴും പറയാറുണ്ടായിരുന്ന എന്തെന്നാൽ ദാരിദ്ര്യം രാജഭോഗത്തേക്കാൾ മികച്ചതും പ്രഭുത്വത്തേക്കാൾ ശ്രേഷ്ഠവുമാണെന്നായിരുന്നു. ഭഗവാൻ എപ്പോഴും ദരിദ്രരുടെ സഹോദരനാണ് എന്നുമായിരുന്നു. സമാനമായ രീതിയിലായിരുന്നു മല്ലയുദ്ധത്തിൽ താല്പര്യമുള്ള ഗംഗാധരനും വിരക്തി അനുഭവപ്പെട്ടത്. ഒരിക്കൽ മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അയാൾക്ക് വിരക്തി അനുഭവിക്കുകയും ജീർണിച്ച ഈ ദേഹം കൊണ്ട് ഭഗവാനോട് കളിക്കരുതെന്ന് ആശ്ചര്യപ്പെട്ട് അദ്ദേഹം കേൾക്കുവാനും ഇടയായി. ഭഗവത്ലീലകളിൽ ലയിക്കാൻ ഈ ജീർണിച്ച ശരീരം ഉപേക്ഷിക്കണമെന്ന തിരിച്ചറിവ് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഈശ്വര സാക്ഷാത്കാരത്തെ പിന്തുടരുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ഗംഗാധർ പുന്താമ്പയ്ക്കടുത്തുള്ള നദിക്കരയിൽ ഒരു മഠം സ്ഥാപിക്കുകയും ശിഷ്യന്മാരോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്തു. ശ്രീ സായിബാബ ആളുകളുമായി അധികം ഇടപഴകാത്ത പ്രകൃതമായിരുന്നു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പകൽ സമയത്ത് അദ്ദേഹം പലപ്പോഴും വേപ്പുമരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള അരുവിക്കടുത്തുള്ള ഒരു ബാബുൽ മരത്തിൻ്റെ തണലിലോ ഇരുന്നിരുന്നു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം അവിടെ വിടുവുമായി ചുറ്റി നടക്കുകയും ചിലപ്പോൾ നിങ്കാവ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം ബാലാസാഹിബ് ഡെങ്കലിയുടെ വീട്ടിൽ പതിവായി പോകാറുണ്ടായിരുന്നു. ബാബയ്ക്ക് ബാലാസാഹിബിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ബാലാസാഹിബിൻ്റെ ഇളയ സഹോദരൻ നാനാസാഹിബിന് 2 വിവാഹം കഴിച്ചിട്ടും കുട്ടികളുണ്ടായില്ല. ബാലാസാഹിബിൻ്റെ ഉപദേശപ്രകാരം നാനാസാഹിബ് ശ്രീ സായിബാബയെ സന്ദർശിച്ചു. ബാബയുടെ കൃപയാൽ നാനാസാഹിബിന് ഒടുവിൽ ഒരു പുത്രൻ ജനിച്ചു. ഈ സംഭവം മുതൽ ശ്രീ സായിബാബയെ കാണാൻ ആളുകൾ കൂട്ടത്തോടെ വന്നു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അഹമ്മദ് നഗറിൽ പരക്കെ പ്രചരിക്കുകയും ചെയ്തു. അന്നു മുതൽ നാനാസാഹിബ് ചന്ദോർക്കറും കേശവ് ചിദംബരം ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഷിർദിയിലേക്ക് വന്നു തുടങ്ങി. പകൽ സമയത്ത് ബാബയെ ഭക്തർ വലയം ചെയ്ത് നിൽക്കുമായിരുന്നു. രാത്രികളിൽ അദ്ദേഹം പഴകിയതും തകർന്നതുമായ മസ്ജിദിൽ കഴിച്ചു കൂട്ടുകയും ചെയ്തിരുന്നു. ചില്ലം, പുകയില, ഒരു തുമ്മൽ, ഒരു നീണ്ട മേലങ്കി, തലയിൽ ചുറ്റിയ ഒരു തുണി, സത്ക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സാമഗ്രികൾ. ഒരു വെളുത്ത കഷ്ണം തുണി അദ്ദേഹത്തിൻ്റെ തലയിൽ ജട പോലെ പിന്നിയിട്ടിരുന്നു. അത് ഇടത് ചെവിയിലൂടെ പുറകിലേക്ക് ഒഴുകി നടന്നിരുന്നു. ഈ തുണി ആഴ്ചകളോളം കഴുകാതെ കിടന്നിരുന്നു. അദ്ദേഹം ഷൂസോ ചെരുപ്പോ ധരിച്ചിരുന്നില്ല. ദിവസത്തിൽ ഭൂരിഭാഗവും തൻ്റെ ഇരിപ്പിടമായി ഒരു കഷ്ണം ചാക്ക് തുണിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ഒരു കൗപീനം ധരിച്ചിരുന്നു. കൂടാതെ തണുപ്പ് അകറ്റുന്നതിനായി ബാബ സദാ ഒരു ധുനിക്ക് മുന്നിൽ തെക്കോട് ദർശനമായി ഇരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ഒരു മരവേലിയിൽ താങ്ങായി വച്ചിരുന്നു. ഈ അഗ്നിയിലേക്ക് അദ്ദേഹം പ്രതീകാത്മകമായ അഹംഭാവം, ആഗ്രഹങ്ങൾ, ലൗകിക ചിന്തകൾ എന്നിവയെ ബലിയായി സമർപ്പിക്കുകയും അള്ളാ മാലിക്
എന്ന് ആവർത്തിച്ച് ഉച്ചരിച്ചിരുന്നു. ബാബ താമസിച്ചിരുന്ന മസ്ജിദ് വെറും 2 മുറികളുള്ള ഒരു ചെറിയ കെട്ടിടമായിരുന്നു. അവിടെ ഭക്തർ അദ്ദേഹത്തിനെ കാണാൻ വന്നിരുന്നു. AD 1912 ശേഷം പഴയ മസ്ജിദിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയും ഒരു നടപ്പാത നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഈ മസ്ജിദിൽ സ്ഥിരം താമസമാക്കുന്നതിന് മുമ്പ് ബാബ തക്കിയ എന്ന സ്ഥലത്താണ് വളരെ കാലം താമസിച്ചിരുന്നത്. അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചെറിയ മണികൾ ധരിക്കുകയും അദ്ദേഹം മനോഹരമായി നൃത്തം ചെയ്യുകയും ആർദ്രമായ സ്നേഹത്തോടെ പാടുകയും ചെയ്യുമായിരുന്നു. വെള്ളം എണ്ണയാക്കി മാറ്റുന്നു. ശ്രീ സായിബാബയ്ക്ക് വിളക്കുകൾ വളരെ ഇഷ്ടമായിരുന്നു. കൂടാതെ മസ്ജിദിലും ക്ഷേത്രത്തിലും രാത്രി മുഴുവൻ വിളക്കുകൾ കത്തിക്കാൻ കടയുടമകളിൽ നിന്ന് അദ്ദേഹം എണ്ണ കടം വാങ്ങുമായിരുന്നു. ഈ ശീലം കുറച്ചു കാലം തുടർന്നു. ഒരു ദിവസം സൗജന്യമായി എണ്ണ വിതരണം ചെയ്യുന്ന കടയുടമകൾ ഒരുമിച്ചുകൂടി അദ്ദേഹത്തിന് ഇനി എണ്ണ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ബാബ പതിവ് പോലെ എണ്ണ ചോദിക്കാൻ പോയപ്പോൾ എല്ലാവരും ഒരുപോലെ എണ്ണ നൽകുവാൻ വിസമ്മതിച്ചു. അവരുടെ നിഷേധാത്മക സമീപത്തിൽ അസ്വസ്ഥനാകാതെ ബാബ മസ്ജിദിലേക്ക് മടങ്ങി. കടയുടമകൾ കൗതുകത്തോടെ തിരുനിന്ന് നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ശാന്തമായി വിളക്കുകളിൽ ഉണങ്ങിയ തിരികൾ വച്ചു. ബാബ പിന്നീട് എണ്ണയുടെ ഏതാനും തുള്ളി മാത്രം അടങ്ങിയ താമരൽ എടുത്ത് അതിൽ വെള്ളം ചേർത്ത് ആ മിശ്രിതം കുറച്ച് കുടിച്ച് അത് തിരികെ പാത്രത്തിലേക്ക് വീഴ്ത്തി. ഇപ്രകാരം തകരപാത്രം വിശുദ്ധമാക്കപ്പെട്ട ശേഷം അദ്ദേഹം ആ തകരപാത്രത്തിൽ വീണ്ടും വെള്ളം നിറച്ച് എല്ലാ വിളക്കുകളിലും ഒഴിച്ചു കത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന കടയുടമകളെ അമ്പരിപ്പിക്കുകയും സംഭ്രമിച്ചുകൊണ്ടും വിളക്കുകൾ ജ്വലിക്കുകയും രാത്രി മുഴുവൻ അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. തങ്ങളെ തെറ്റ് മനസ്സിലാക്കിയ കടയുടമകൾ പശ്ചാത്തപിക്കുകയും ബാബയുടെ അടുക്കൽ മാപ്പ് ചോദിക്കുകയും ചെയ്തു. ബാബ തൻ്റെ അനന്തമായ ദയയാൽ അവരോട് ക്ഷമിക്കുകയും ഭാവിയിൽ എപ്പോഴും സത്യസന്ധരായിരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. കപടഗുരു ജവഹർ അലി. നേരത്തെ സൂചിപ്പിച്ച ഗുസ്തി മത്സരത്തിന് 5 വർഷത്തിനു ശേഷം അഹമ്മദ് നഗറിൽ നിന്നുള്ള ജവഹർ അലി എന്ന ഫക്കീർ തൻ്റെ ശിഷ്യന്മാരുമായി രഹതയിലെത്തി. വീരഭദ്ര ക്ഷേത്രത്തിനടുത്തുള്ള വിശാലമായ മുറിയിൽ അദ്ദേഹം താമസമാക്കി. ജവഹർ അലി ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാൻ കഴിവുള്ള മധുരഭാഷയായ ഒരു പണ്ഡിതനായിരുന്നു. മതവിശ്വാസികളും പല ബ്രാഹ്മണരും അദ്ദേഹത്തിൻ്റെ അറിവിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. അവരുടെ സഹായത്തോടെ അദ്ദേഹം വീരഭദ്ര ക്ഷേത്രത്തിന് സമീപം ഒരു ഈദ്ഗാ പണിയാൻ തുടങ്ങി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുകയും ജവഹർ അലിയെ രഹത വിടാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു. ജവഹർ അലി ഷിർദിയിലെത്തി ശ്രീ സായിബാബയോടൊപ്പം മസ്ജിദിൽ താമസം തുടങ്ങി. ജവഹർ അലിയുടെ മധുരമായ സംസാരം ആളുകളെ ആകർഷിക്കുകയും അവർ ബാബയെ ജവഹർ അലിയുടെ ശിഷ്യൻ എന്ന് വരെ വിളിക്കുവാനും തുടങ്ങി. ബാബ അത് എതിർത്തില്ലെന്ന് മാത്രമല്ല ജവഹർ അലിയുടെ ചേല എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഒടുവിൽ ഗുരു അഥവാ ചേല എന്ന രഹതിലേക്ക് മടങ്ങി അവിടെ ജീവിക്കുവാൻ തീരുമാനിച്ചു. ശിഷ്യനായ ബാബയുടെ യഥാർത്ഥ ആത്മീയ മഹാത്മ്യത്തെക്കുറിച്ച് ജവഹർ അലിക്ക് അറിവില്ലായിരുന്നുവെങ്കിലും സർവജ്ഞനായ ബാബയ്ക്ക് തൻ്റെ ഗുരു എന്ന് വിളിക്കപ്പെടുന്ന ജവഹർ അലിയുടെ കുറവുകൾ അറിയാമായിരുന്നു. എന്നിരുന്നാലും ബാബ ജവഹർ അലിയെ ഉത്സാഹത്തോടെയും ആദരവോടെയും സേവിച്ചു. ഒരു ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമകൾ നിറവേറ്റി. ബാബയും ജവഹർ അലിയും ഇടയ്ക്കിടെ ഷിർദിയിൽ സന്ദർശിക്കാറുണ്ടെങ്കിലും അവരുടെ പ്രധാന വസതി രഹതയിൽ തന്നെ തുടർന്നു. പക്ഷേ ഈ ക്രമീകരണം ഷിർദിയിലെ ബാബയ്ക്ക് ഭക്തർക്ക് അതൃപ്തി ഉണ്ടാക്കി. ബാബ അവരിൽ നിന്നാകുന്ന രഹതയിൽ തുടരുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷിർദിയിലേക്ക് മടങ്ങാൻ ബാബയെ പ്രേരിപ്പിക്കുന്നതിനായി ഭക്തർ ഒരു സംഘമായി ബാബയെ സമീപിച്ചു. രഹദയിലെ ഈദ്ഗയ്ക്ക് സമീപം ബാബയെ കണ്ടെത്തിയ ഭക്തർ അദ്ദേഹത്തോട് അവരുടെ ആഗമനോദ്ദേശം അറിയിച്ചു. ജവഹർ അലി ഒരു ക്ഷിപ്രകോപിയാണെന്നും അദ്ദേഹം തന്നെ വിടുകയില്ലെന്നും ഫക്കീർ മടങ്ങി വരുന്നതിന് മുമ്പ് അവരെ അവിടെ നിന്ന് പോകുന്നതാകും ഉചിതമെന്നും അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ജവഹർ അലി അവിടേക്ക് എത്തിച്ചേരുകയും കോപാകുലനായ ഫക്കീർ തൻ്റെ ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഭക്തരെ ശകാരിക്കുകയും ചെയ്തു. ചില ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഗുരുവും ചേലയും ഒരുമിച്ച് ഷിർദിയിലേക്ക് മടങ്ങാമെന്ന് സമ്മതിച്ചു. മടങ്ങിയെത്തിയ അവർ ഷിർദിയിൽ താമസം പുനരാരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേവിദാസ് എന്ന സന്യാസി ജവഹർ അലിയെ പരീക്ഷിക്കുകയും അതിൽ അലിയുടെ പോരായ്മകൾ വെളിവാകുകയും ചെയ്തു. 12 വർഷങ്ങൾക്ക് മുൻപ് ബാബ വിവാഹ സംഘത്തോടൊപ്പം ഷിർദിയിൽ എത്തും മുമ്പ് തന്നെ 10-11 വയസ്സുള്ളപ്പോൾ മുതൽ ഷിർദിയിലെ മാരുതി ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന യുവ സന്യാസിയായിരുന്നു ദേവിദാസ്. തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവനും അഗാധമായ ജ്ഞാനവും നിസ്സംഗതയുടെ മൂർത്തിഭാവവുമായിരുന്ന ഒരു ജ്ഞാനിയായിരുന്നു അദ്ദേഹം. താത്യാക്കോട്ടയും കാശിനാഥും ഉൾപ്പെടെയുള്ള ഷിർദിയിലെ പലരും ദേവദാസിനെ തങ്ങളുടെ ഗുരുവായി കണക്കാക്കിയിരുന്നു. ജവഹർ അലിയെ ദേവദാസിനെ സമക്ഷം കൊണ്ടുപോവുകയും അവർ ഇരുവരും തമ്മിൽ നടന്ന സംവാദത്തിൽ അലി പരാജയപ്പെടുകയും ജവഹർ അലി ഷിർദിയിൽ നിന്ന് ഓടിയൊളിക്കുകയും ചെയ്തു. ജവഹർ അലി ബിജാപൂരിൽ താമസമാക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഷിർദിയിൽ തിരിച്ചെത്തുകയും ശ്രീ സായിബാബയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും താൻ ഗുരുവും ബാബ ശിഷ്യനുമാണെന്ന മിഥ്യാബോധത്തെ പശ്ചാത്തപിക്കുകയും ചെയ്തു. ദയാപൂർണനായ ബാബ അദ്ദേഹത്തോട് ക്ഷമിക്കുകയും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്തു. ശ്രീ സായിബാബയുടെ വലിയ ഭക്തനായ മഹാസാപതിയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ആത്മസാക്ഷാത്കാരത്തിൻ്റെ അത്യന്തകം ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരാൾ അഹംഭാവത്തെ മറികടന്ന് ഒരു ശിഷ്യൻ്റെ കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റണമെന്ന് ശ്രീ സായിബാബ ഏവർക്കും സ്വന്തം ഉദാഹരണത്തിലൂടെ കാണിക്കുന്നു. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവവും മസ്ജിദിൻ്റെ പഴയ അവസ്ഥയും തുടർന്നുള്ള മെച്ചപ്പെടുത്തലുകളും വിശദമായി വിവരിക്കുന്നതാണ്. ശ്രീ സായിനാഥനെ വണങ്ങുന്നു. മംഗളം ഭവിക്കട്ടെ.